ഹായ്, ഞാൻ രാജി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കഠിനമായ ചൂടിൽ നിന്നും കുറച്ച് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും മഴ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഒരു 7 മഴയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം നമ്മുടെ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ നിൽക്കും. നമ്മളിനി എത്ര വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും മഴ പെയ്തതിന് ശേഷം ആ ഒരു ചെടികളെയും പൂക്കളെയും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ റോസൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബൊഗൈൻവില്ലയിലും ഇപ്പോൾ തളിർപ്പുകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പൂക്കളൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. വീണ്ടും തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, പൂക്കളും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പൂക്കൾ കഴിയുന്ന സമയത്തും അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് നുള്ളിക്കൊടുക്കുക. അങ്ങനെ നുള്ളിക്കൊടുത്തെങ്കിൽ മാത്രമേ വീണ്ടും ഇതിലെപ്പോഴും ഇങ്ങനെ പൂക്കൾ വരികയുള്ളൂ. അതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസറുകളും കൊടുക്കുക. ഇത് നമ്മുടെ മൾട്ടിപെറ്റലിലെ പെറ്റൂണിയാണ്. അപ്പോൾ പെറ്റൂണിയ ഞാൻ കൂടുതലായിട്ടും ഹൈബ്രിഡേ വാങ്ങാറുള്ളൂ. നാടൻ പെറ്റൂണിയാസ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ പൂക്കൾ വലുതാണ്, അതുപോലെ ഒരു 6-7 മാസം എന്തായാലും നിൽക്കും. ഇപ്പോൾ നാടൻ പെറ്റൂണിയ ഈ ഒരു പെറ്റൂണിയ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കൂടുതലായിട്ടും ഞാൻ വാങ്ങുന്നത് ഹൈബ്രിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡീനിയത്തിലും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സിംഗിൾ പെറ്റലാണ്. മൾട്ടി പെറ്റലുണ്ട്, അതിൻ്റെ ഫ്ലവർക്ക് കഴിഞ്ഞു. അതുപോലെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല മണമുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ വരികയും ചെയ്യും. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്. നമ്മുടെ ആമ്പലിലും ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2-3 പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് പൂവ് കുറവാണ്. ഇപ്പോൾ ഒരു താമരയുടെ ഒരു 4-5 വെറൈറ്റി, അതുപോലെ ആമ്പലിൻ്റെ 4-5 വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്. അതായത് പിങ്ക് പ്രിൻസസ് ആണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത് നമ്മൾ ബേൾമാക്സ് വെരിഗേറ്റഡ് ആണ്. ഇതും ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇതൊക്കെ ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റീസാണ്. അതുപോലെ നമ്മളെ എലിഫൻ്റ് ഇയർ, അതൊരു കുറേ പ്ലാന്റ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെയിൽ കാരണം എല്ലാ പ്ലാന്റുകളും നശിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചെറിയൊരു തിട്ട പോലെയുണ്ട് കേട്ടോ. ആ തിട്ടയിലാണ് നിറച്ച് നമ്മളിങ്ങനെ ടർട്ടിൽ വൈനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഭാഗം ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇത്ര ഭാഗം കൂടി ഉണ്ട്. അത് നമുക്ക് മഴയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ റെഡിയാക്കി എടുക്കാം. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ മാരിഗോൾഡിൻ്റെ ചെറിയ തൈകൾ, ഇതൊക്കെ സീഡ്സ് പാകി മുളപ്പിച്ച ചെറിയ തൈകൾ ഇവിടെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലുതായി ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയാവും. നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ ചെറിയൊരു ഗാർഡൻ ഐഡിയ ചെയ്ത് വരികയാണ്. ഇവിടെയും ഇനിയൊരു എന്തായാലും 1-2 മാസമൊക്കെ കൊണ്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ ടാങ്കിൾഡ് ഹാർട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ 10 മണിയുണ്ട്, അതുപോലെ ടർട്ടിൽ വൈനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഭംഗിയാക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഒരു 1-2 മാസത്തോളം വേണ്ടി വരും ഇതെല്ലാം ഒന്ന് വളർന്ന് റെഡിയായിട്ടൊക്കെ വരാൻ. ഇവിടെ മെറ്റിലൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ 10 മണിയിൽ ദിവസവും പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് പൂക്കൾ കുറവാണ്. അതായത് ടാങ്കിൾഡ് ഹാർട്ടാണ്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് പെന്നി വേർട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ വെള്ളവും മണ്ണും വെച്ചാണ് ആ ഒരു പ്ലാന്റ് നമ്മളവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ സൈക്കുലൻ വെറൈറ്റീസാണ്. ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ്. ഇതിൽ ഒരു ഫ്ലവറും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഫ്ലവറിലൊരു വൈറ്റ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ 3 ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ്സ്, ക്യാക്ടസ്, അഗ്ലോണിമ തുടങ്ങിയ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ്, ഇപ്പോൾ കുറവാണ്. പിന്നെ നമ്മുടെ കാക്കപ്പൂവ്, അങ്ങനെയുള്ള നാടൻ ചെടികളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാൻ വെയിലായതുകൊണ്ട് പാടാണ്. അതുകൊണ്ട് കൂടുതലും ഇപ്പോൾ കളക്ട് ചെയ്യുന്നതും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാണ്. ഇതുപോലെ നമ്മുടെ വള്ളിച്ചെടികളെയൊക്കെ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്ത് പടർത്തി വിട്ടിട്ടുണ്ട്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നിറച്ച് പൂക്കളും മുട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി വള്ളിച്ചെടികൾ ഞാനിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവറൊക്കെ ആവുന്നതനുസരിച്ച് വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും വീഡിയോ എടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ വെയിൽ കൂടുന്തോറും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലെ മഴ പെയ്തെങ്കിൽ കൂടി ചൂടിനൊരു കുറവുമില്ല, നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഷെയർ ചെയ്യാം. എൻ്റെ ഈ ചെറിയ ഗാർഡനും പൂക്കളെയും ചെടികളെയും ഒക്കെ
നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.